اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള ഉലമാക്കൾ, സാദാത്തുക്കൾ, വയാ അഹ്ബാബ റസൂലില്ലാഹ്, സ്വലാത്തിൻ്റെ മജ്ലിസ്, ദുആഇൻ്റെ മജ്ലിസ്, സാദാത്തുക്കളുടെയും ഉലമാഇൻ്റെയും അഹ്ബാബുകളുടെയും സാന്നിധ്യത്തിൽ പുണ്യം നേടാൻ, അല്ലാഹുവിനോട് തേടാൻ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, പ്രശ്നങ്ങളുടെ കെട്ടഴിച്ചു വെക്കാൻ വന്നിട്ടുള്ളവരാണ് ഇവിടെ കാണുന്ന ഈ മഹാജനസംഖ്യ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ, ശിഫ നൽകട്ടെ, ആഫിയത്ത് തരട്ടെ, കടങ്ങൾ വീട്ടി തരട്ടെ, പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. ഞാനൊരൽപ്പം വൈകിപ്പോയതാണ്, നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ തിരക്കും വളഞ്ഞു തിരിഞ്ഞ റോഡുകളും പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തതുകൊണ്ട് എല്ലാ സ്ഥലത്തും റോഡിൻ്റെ പണിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വൈകിപ്പോയത്. അൽഹംദുലില്ലാഹ്. ഇനി ബഹുമാന്യരായ സയ്യിദ് അവറുകൾ എത്തിച്ചേർന്നാൽ ഉടനെ സ്വലാത്തും ദുആയും നടക്കും. ഏറ്റവും കൂടുതൽ ദുആ ആവശ്യമുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പരീക്ഷണങ്ങൾ മുഅ്മിനിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും. മുഅ്മിനിന് ഒരു കാലത്തും പേടിക്കേണ്ടതില്ല. പേടിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പേടിക്കാതിരുന്നിട്ട് സംഭവിക്കാതിരിക്കുന്നും ഇല്ല. അല്ലാഹു തആല കണക്കാക്കിയതെന്തും സംഭവിക്കും. അവൻ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് ഭക്ഷണം ലഭിക്കും. അതുകൊണ്ട് എപ്പോൾ കിട്ടും, എവിടെ കിട്ടും ഭക്ഷണം എന്ന് ഒരിക്കലും മനുഷ്യൻ ബേജാറാകേണ്ട കാര്യം ഇല്ല. എവിടെ മരിക്കും എന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല. അത് നിശ്ചയിച്ച സ്ഥലത്ത് ആ സമയത്ത് നടന്നുകൊള്ളും. ഈമാൻ സംരക്ഷിക്കപ്പെടണം, ഈമാനോട് മരിക്കണം. ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും. അല്ലാഹുവാണ് ആ വിശ്വാസം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ആ ഈമാൻ സൂക്ഷിക്കണം. അത് കാത്തു സൂക്ഷിക്കുന്നത്, ഇവിടെ നോക്കിയാൽ കാല് നോക്കാനാ പറഞ്ഞത്, ബേക്കോട്ടെ നോക്കണം. ഈമാൻ കാത്തു സൂക്ഷിക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം സംരക്ഷിക്കാൻ പറ്റിയ രൂപത്തിലുള്ള മാംസളമായ മൃദുലമായ പേശികൾ കൊണ്ടാണ് ഹൃദയം പടച്ചിരിക്കുന്നത്. കാരണം ഒരു കാര്യപ്പെട്ട വസ്തു സൂക്ഷിക്കുമ്പോൾ, പളുങ്കുപാത്രം സൂക്ഷിക്കുമ്പോൾ അത് നല്ല മിനുസമുള്ള ശീലയിലായിരിക്കണം. പട്ടുപോലോത്ത വസ്ത്രത്തിലും പരുത്തിയിലുമൊക്കെയാണ് മുത്തും മാണിക്യവും ഒക്കെ സൂക്ഷിക്കുന്നത്. എന്നാൽ ആ പരുത്തിയോ അല്ലെങ്കിൽ മുത്തോ സമാനമായ വസ്തുക്കൾ പിന്നെ വെക്കുന്നത് വളരെ ഉറച്ച അലമാറകളിലാണ്. ഇതുപോലെ ആ മൃദുലമായ മാംസളമായ ഹൃദയം അത് സൂക്ഷിക്കുന്നതാകട്ടെ നല്ല വാരിയെല്ലുകൊണ്ട് ഗ്രിൽസിന്റെ വലിയ ചട്ടക്കൂടുണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഈമാൻ കാത്തു സൂക്ഷിക്കണം. ആ ഹൃദയം ശരീരത്തിൽ, ആത്മാവിന്റെ പ്രഭവ കേന്ദ്രമായ ഹൃദയത്തിൽ നിന്ന് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തധമനികളിലൂടെ, ഞാടി നരമ്പുകളിലൂടെ
സിരകളിലൂടെ ഒഴുകി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരും. അങ്ങനെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുകയും വേണം. പാട്ടപ്പിരിവ് നടക്കേണ്ട എല്ലാവരും നല്ലോണം സഹായിക്കണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതെത്തണം. മുന്നേ നടക്കുന്ന ശൈത്താൻ ഉണ്ട്. ശൈത്താന്റെ സഞ്ചാരപഥം ഏതാണ്? ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. രക്തം എവിടെയെല്ലാമാണോ സഞ്ചരിക്കുന്നത് ആ പാതകളിലൂടെയാണ് ശൈത്താൻ സഞ്ചരിക്കുക. എന്നാൽ ശൈത്താനെ ആ നരമ്പുകളിൽ നിന്ന് പുറത്താക്കണം എങ്കിൽ ആ നരമ്പുകളിലൂടെ ദിക്ർ സ്വലാത്തുകൾ സഞ്ചരിക്കണം. ദിക്ർ കൊണ്ട് ശൈത്താനെ അടിച്ച് ഓടിക്കണം. ദിക്ർ കൊണ്ട് മാത്രമേ ഹൃദയത്തിന് സന്തുലിതാവസ്ഥ ലഭിക്കുകയുള്ളൂ, ശാന്തി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കും, ഹൃദയം ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും, ഭയപ്പെട്ടുകൊണ്ടിരിക്കും. പേടിയും ആശങ്കയും വരുന്ന മനുഷ്യന്റെ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കും. പേടിയും ആശങ്കയും ഇല്ലാത്ത ഹൃദയമാണ് ശാന്തമായ ഹൃദയം എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ട് മാത്രമേ ഹൃദയം ശാന്തമാവുകയുള്ളൂ. ഔലിയാക്കന്മാർ അവർ ഹൃദയം ശാന്തമായവരാണ്. ഹൃദയം ശാന്തമായവരുടെ അവസ്ഥ എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം, യാതൊരു പേടിയും അവർക്കില്ല. പൗരത്വം നഷ്ടപ്പെടുമോ എന്ന പേടിയില്ല, റേഷൻ കാർഡ് കിട്ടുമോ എന്ന പേടിയില്ല, ഭക്ഷണം മുടങ്ങിപ്പോകുമോ എന്ന പേടി അവർക്കില്ല, സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതാകുമോ എന്ന പേടിയില്ല. യാതൊരു നിലക്കും ഉള്ള പേടി അവർക്ക് ഉണ്ടാവുകയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കഴിഞ്ഞ എന്തെങ്കിലും വിഷയത്തിൽ അവർക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. പേടിയും ഇല്ല, ദുഃഖവും ഇല്ല. അങ്ങനത്തെ മനസ്സാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത മനസ്സ്. ആ മനസ്സ് ശാന്തമായ മനസ്സായിരിക്കും. ആ ശാന്തി ലഭിക്കുന്നത് എപ്പോഴാണ്? അല്ലാഹ്. എന്ത് വിഷയം മുന്നിൽ വരുമ്പോഴും അല്ലാഹ്, അല്ലാഹുവാണ് എന്നെ പടച്ചവൻ, അല്ലാഹുവാണ് ഭക്ഷണം തരുന്നവൻ, അല്ലാഹുവാണ് വെള്ളം തരുന്നവൻ, അല്ലാഹുവാണ് കുട്ടികളെ തരുന്നവൻ, അല്ലാഹുവാണ് ഭൂമി തരുന്നവൻ, അല്ലാഹുവാണ് വീട് തരുന്നവൻ, അല്ലാഹുവാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം തരുന്നവൻ. ആരാണ് പൗരത്വം തരുന്നത്? പറയൂ. ഭക്ഷണം തരുന്നത് ആരാണ്? വെള്ളം തരുന്നത് ആരാണ്? സംരക്ഷണം തരുന്നത് ആരാണ്? മരിപ്പിക്കുന്നത് ആരാണ്? ജീവിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹ്. ഉറക്കെ പറയൂ, അല്ലാഹുവാണ്. ഇത് പറയുന്ന മനുഷ്യന് ആ ഒരു ദിക്ർ രക്തത്തിലൂടെ ഒഴുകുന്ന മനുഷ്യനിൽ പിശാചു വരില്ല. പിന്നെ ആരെയാണ് പേടിക്കുന്നത്? അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യന് പേടിയില്ലാത്തത്. ഒന്നിനെയും പേടിക്കേണ്ടതില്ല. ആരെങ്കിലും വരുമോ? ബോംബ് പൊട്ടിക്കുമോ? വടിവാളുമായി വരുമോ? വീടിന് തീ വയ്ക്കുമോ? മസ്ജിദ് കത്തിക്കുമോ? അങ്ങനത്തെ ഒരു പേടിയും ഇല്ല. ആർക്കെങ്കിലും പേടിയുണ്ടോ? പേടിയുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. പേടിയില്ലാത്തവര് കൈവക്ക്. ഒരൊറ്റ കുട്ടിക്കും പേടിയുണ്ടാകാൻ പറ്റില്ല. കാരണം നമ്മൾ അല്ലാഹുവാണ് പടച്ചത്. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോ എന്താണ് മുഅ്മിൻ ചെയ്യുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സ്വഭാവം ഇവിടെ ഉണ്ടാകും. അത് അല്ലാഹു തആല മുഅ്മിനെ പരീക്ഷിക്കുകയാണ്. മുഅ്മിൻ ഇതെല്ലാം വളമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. സ്വത്ത് സന്താനങ്ങളുടെ നഷ്ടം കൊണ്ട്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്, ഭൂമി കുലുക്കം കൊണ്ട്, ആകാശം പൊട്ടി വീഴൽ കൊണ്ട്, പലതുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും.
ഇടിവെട്ടി സ്വത്ത് നശിച്ചു പോകും, കൃഷി ഉണങ്ങിപ്പോകും, വെള്ളപ്പൊക്കം വന്നിട്ട് നശിക്കും. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, പേടിപ്പെടുത്തലുകൾ ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ആർക്കാണ് സന്തോഷം? പേടിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നവർക്ക് സന്തോഷമാണ്. ഖുർആൻ പറയുന്നു, അവർക്ക് ഹാപ്പിയാണ്. സന്തോഷം വരുന്നവരുടെ അവസ്ഥ എന്താണ്? അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വി ആർ വെരി സ്ട്രോങ്. ഞങ്ങൾ നല്ല സ്ട്രോങ് ആണ്. കാരണം ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകാനും ഇല്ല. അവൻ തന്നതൊക്കെ വാങ്ങിവെക്കും. അവൻ എന്തു കൊണ്ടുപോയാലും അൽഹംദുലില്ലാ പറയാൻ കഴിയും. എന്താണ് സുഹൃത്തെ വർത്തമാനം ചോദിച്ചാൽ എന്താ പറയാ? ഉറക്കെ പറയോ? അൽഹംദുലില്ലാ എന്ന് പറയുന്നൊരു മനസ്സുണ്ടായാൽ പിന്നെ പുറം വേദന ഉണ്ടാവുകയില്ല, ഊരവേദന ഉണ്ടാവുകയില്ല, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. വേദനകളെല്ലാം വരുന്നത് ഈ മടക്കുകളിലും നരമ്പുകളുടെ ഉള്ളിൽ പിശാച് വന്നിരിക്കുമ്പോഴാണ്. പിശാച് അവിടെ കയറിയിരുന്നാൽ രക്തം ശരിക്കും ഓടൂല. രക്തം ഓടാതിരുന്ന് അവിടെ തടഞ്ഞു വെക്കപ്പെട്ടാൽ അവിടെ വേദനയുണ്ടാകും. അപ്പൊ വേദനയുണ്ടാകുമ്പോ എന്തു ചെയ്യണം? ആ രക്തത്തെ തുറന്നു വിടണം, പിശാചിനെ ഒഴിവാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ് പറയൂ, അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയ്യിൽ അദീം. ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ ആ ശൈത്താൻ ഓടിപ്പോകും, വേദന മാറും. കോഴിക്കോട്ടെ വലിയ ആശുപത്രിയിൽ നരമ്പിന്റെ ഡോക്ടറുണ്ട്. അറിയപ്പെട്ടൊരു മുജാഹിദിന്റെ കുടുംബമാണ്. ഇദ്ദേഹം ഏതാണെന്ന് എനിക്കറിയില്ല. വിമാനത്തിൽ ഒരു ഇങ്ങനെ അടുത്ത സീറ്റിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഈ മെഡിറ്റേഷൻ ചെയ്തിട്ട് വേദന മാറ്റാൻ കഴിയും എന്ന് പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ. അത് ശരിയാണ്, ഡോക്ടർ പറയാ, അത് ശരിയാണ്. കാരണം നരമ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് വേദന വരുന്നത്. മെഡിറ്റേഷൻ ചെയ്താൽ അതങ്ങ് പോകും, അപ്പൊ തുറക്കും, വേദന മാറും. അപ്പൊ അത് തന്നെയല്ലേ ഈ ദിക്ർ ചൊല്ലിയാൽ വേദന മാറും എന്ന് അത് ശരി തന്നെയാണ്, അത് ശരി തന്നെയാണ്, ദിക്ർ ചൊല്ലിയാൽ വേദന മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. ദിക്ർ ചൊല്ലുമ്പോൾ ശൈത്താൻ അങ്ങ് പോകും, അപ്പൊ വേദന മാറും. സന്തോഷമുള്ള ഒരാൾക്ക് വേദന ഉണ്ടാവുകയില്ല. പകയും വിദ്വേഷവും എന്തെങ്കിലും ആരെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടുള്ള പക മനസ്സിൽ തന്നെ വെച്ചാൽ ആ പക നമ്മുടെ നരമ്പുകളിൽ കൊഴുപ്പായി മാറും. അപ്പൊ വേദന ഉണ്ടാകും. അപ്പൊ ആർക്കെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ അവർ വേണ്ടത് ഒന്ന് കണ്ണടച്ച് കുറച്ച് സമയം ഇരുന്ന് എനിക്കാരോടെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ ദേഷ്യം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ വേറൊരാൾ വരും കണ്ണിലേക്ക്, ആ ചെറുപ്പത്തിൽ കോട്ടി കളിക്കുമ്പോൾ കോട്ടി കെട്ടുപോയ ആൾ, അവനോടൊരു ദേഷ്യമുണ്ട്, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. മദ്രസയിൽ പോകുന്ന സമയത്ത് മഴ വരുമ്പോൾ കുടയിൽ നിർത്താത്ത ഒരാളുണ്ട്,
ഞാൻ അവനോട് പുറത്തു കൊടുത്തിരിക്കുന്നു. അങ്ങനെ ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുക. ചിലര് മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പൊ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദിക്റും ചൊല്ലി ഇരുന്ന് മുറാഖബ ചെയ്യുക. കണ്ണടച്ചങ്ങനെ ഇരുന്ന് ആരോടൊക്കെയാണോ എനിക്ക് ദേഷ്യമുള്ളത് അവനെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഓരോരുത്തർക്കും പുറത്തു കൊടുക്കുമ്പോൾ ഓരോ നരമ്പുകളും തുറന്നു വരികയും വേദനകൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നാം വരുത്തി വെക്കുന്ന പിശാചിന്റെ പ്രസൻസാണ് ഈ വേദനകളും അവലാദികളും എല്ലാം ഉണ്ടായിത്തീരുന്നത്. കടുത്ത വിദ്വേഷവും പകയുമായി നടന്നാൽ ആ ബ്ലോക്ക് ശക്തിയായിട്ട് ഹൃദയം തന്നെ ബ്ലോക്കായി പോകും. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ വീഴുന്നത് കാണാം. ആരെങ്കിലും എടുത്തുകൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ ഇങ്ങനെ ഞരമ്പിൻ്റെ ഉള്ളിലൂടെ പമ്പ് കയറ്റിയിട്ട് ബ്ലോക്ക് തുറക്കും. ബ്ലോക്ക് തുറക്കാൻ അതിൻ്റെ ആവശ്യം ഇല്ല, നമ്മൾ നേരത്തെ തുറന്നു വെച്ചാൽ മതി. ബ്ലോക്ക് തുറക്കാനുള്ള വഴി എന്താണ്? ലികുല്ലി ഷൈഇൻ സഖാല വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. ഏതൊരു വസ്തുവിനും തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കും, കേടുവന്നുകൊണ്ടിരിക്കും, അഴുക്ക് പുരളും. അഴുക്കിനെ ശുദ്ധിയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രത്തിൽ അഴുക്ക് വന്നാൽ സോപ്പിട്ടിട്ട് കഴുകും, അല്ലേ? ഈ മൈക്കിന്റെ സ്റ്റാൻഡ് നിക്കൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് പള്ളിയിലൊക്കെ വെച്ച് 6 മാസം കഴിയുമ്പോഴേക്ക് തുരുമ്പ് പിടിക്കും. നമ്മൾ വിചാരിക്കും ഇത് വളരെ മോശ സാധനം. നിക്കലിന് ശുദ്ധിയാക്കാൻ ചെയ്യേണ്ടത് നല്ല കോട്ടൺ തുണി കൊണ്ട് നനക്കാതെ തുടക്കണം. അങ്ങനെ തുടക്കുക വേണ്ടേ? നനക്കരുത്, നനക്കാതെ തുടക്കണം. അതൊരു 15 ദിവസം കൂടുമ്പോൾ തുടച്ചാൽ 10 വർഷം കഴിഞ്ഞാലും തുരുമ്പ് വരില്ല. പക്ഷെ നമ്മൾ ശുദ്ധിയാക്കൂല, അങ്ങനെ ഇട്ടേക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കും. വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി വളരെ മോശമായ ലെഡും നിക്കലും ക്രോമിയവും ഒക്കെ ഉപയോഗിച്ച് പെയിന്റാണ്. വാഷബിൾ പെയിന്റ് എന്നാ പറയാം. പെയിന്റ് അടിച്ചാൽ അങ്ങനെ തന്നെ ഇടും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും പെയിന്റ് അടിക്കും. വാഷബിൾ പെയിന്റ് എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തേക്ക് പിന്നെ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. 6 മാസം കൂടുമ്പോൾ കഴുകണം. അത് നമ്മൾ ഒരിക്കലും ചെയ്യൂല. അപ്പൊ കഴുകിയാൽ ശുദ്ധിയാകും. ചിലത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം, ചിലത് മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് തുടക്കണം, ചിലത് നല്ല കോട്ടൺ തുണി കൊണ്ട് തുടക്കണം. അങ്ങനെ പല വസ്തുക്കളും ഉണ്ട്. ഓരോന്നും ശുദ്ധീകരിക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങളാണ്. കരിഞ്ജീരകം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? അത് പാല് കാച്ചിയിട്ട് അതിന്റെ ആവി കടത്തിവിടണം കരിഞ്ജീരകത്തിന്റെ ഉള്ളിലൂടെ, അപ്പൊ അത് ശുദ്ധിയാകും. ഉലുവ ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ്? അത് വെള്ളത്തിൽ കുതിർത്തു വെച്ച് വീർത്തതിനു ശേഷം വെയിലത്ത് വെച്ച് ഉണക്കണം. അങ്ങനെയാണ് അത് ശുദ്ധിയാക്കുക. കാഞ്ഞിരക്കുരു എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത്? അത് നല്ല പാലിലിട്ട് തിളപ്പിച്ച് ഒഴിക്കണം, പിന്നെയും പാലൊഴിച്ച് പിന്നെയും ഒഴിക്കണം. അങ്ങനെ 6 പ്രാവശ്യം തിളപ്പിച്ചിട്ട് പാലൊഴിവാക്കണം. അപ്പോഴേ കാഞ്ഞിരക്കുരു ശുദ്ധിയാവുകയുള്ളൂ. മരുന്ന് ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എല്ലാം ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാതെ ആ മരുന്ന് ഉപയോഗിച്ചാൽ മരുന്ന് രോഗമായി മാറും. കരിഞ്ജീരകം വാങ്ങിക്കൊണ്ടോട്ട് അങ്ങനെ അങ്ങോട്ട് തിന്നാൽ അത് രോഗമായി മാറും. എല്ലാ വസ്തുക്കൾക്കും ശുദ്ധീകരണം ഉണ്ട്. ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന വസ്തു എന്താണ്? ദിക്റുല്ലാഹ്. അള്ളാഹുവിന്റെ ദിക്റാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ ഹൃദയം ശുദ്ധിയാകും. യുറന്നിഹുനി ഇലൈക ശൗഖു ഹത്താ അമീല മിനൽ യമീനി ഇല ശിമാലി കമാ മാലൽ മുഅഖിറു അബദതുഹു ഹുമയ്യൽ കൗസു ഹാലം ബഅദ ഹാലി. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന മനുഷ്യന്മാർ ദിക്ർ ചെയ്ത് ആ ദിക്റവന്റെ നരമ്പുകളിലൂടെ നിറഞ്ഞു ഓടിയിട്ട് രക്തത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന
ഹൃദയത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിക്ർ അവന്റെ നാവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാവ് പച്ചയായിക്കൊണ്ടിരിക്കുന്നു ദിക്ർ കൊണ്ട്. അങ്ങനത്തെ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും ശാന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവ് പച്ചയായിരിക്കണം. ദിക്ർ ചൊല്ലി ചൊല്ലിയിട്ട് കാണുന്നവൻ നിന്നെപ്പറ്റി ഇവൻ ഭ്രാന്തനാണ് എന്ന് പറയുന്ന അതുവരെ നീ ദിക്ർ ചൊല്ലിക്കോ. ഹത്താ യുഖാല ഇന്നക ലമജ്നൂൻ. എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഭ്രാന്തനാണ് എന്ന് പറയും ചിലപ്പോ. എന്നാലും ദിക്ർ ഒഴിവാക്കണ്ട. നാവ് കൊണ്ട് ചൊല്ലി ചൊല്ലി നാവ് പച്ചയായിരുന്നാൽ ആ ദിക്ർ ഹൃദയത്തിലേക്ക് വരും. പിന്നെ നാവ് കൊണ്ട് വർത്തമാനം പറയുമ്പോഴും ഹൃദയം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് മനുഷ്യൻ. അപ്പൊ അവന് ശ്വാസം അയച്ചാൽ എന്ത് ശ്വാസം വലിച്ചാലും അതിലൂടെ ഹാ ഹൂ ഹ്വാ ഹൂ എന്നുള്ള ശബ്ദം വന്നുകൊണ്ടേയിരിക്കും. അതാണ് യാഹുവാസനം എന്ന് പറയുന്നത്. യാഹൂ യാഹൂ. ചിലര് യോഗാസനം എന്നാ പറയാ, അക്ഷരം തെറ്റിപ്പോയിട്ട്. യാഹുവാസനം, യാഹൂ എന്ന് പറഞ്ഞ് ദിക്ർ ഇങ്ങനെ ശരീരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് വന്നാൽ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും വേറെ പണിയെടുക്കുമ്പോഴൊക്കെ ദിക്ർ തന്നെയായിരിക്കും. അവരുടെ നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ ഹാ ഹൂ ഹി ഹയ്യുൻ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കാണാം. നഖ്ഷ് ബന്ദ് എന്ന് പറഞ്ഞിട്ട് ഹാജാ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു അവരുടെ സിലബസ് അനുസരിച്ച് ദിക്ർ പഠിച്ച ആളുകൾക്ക് ഹൃദയത്തിൽ മാത്രം ഇങ്ങനെ ദിക്ർ ചൊല്ലും. അവരുടെ ദിക്റിന്റെ മജ്ലിസ് പോയാൽ നല്ല രസമാണ്. ചൊല്ലിക്കൊടുക്കുന്ന ആള് സ്വലവാത്ത് എന്ന് പറയും, പിന്നെ മിണ്ടൂല. കുറച്ച് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, പിന്നെ ആരും മിണ്ടൂല. എല്ലാവരും മിണ്ടാതെ എങ്ങനെ ഇരിക്കും? മിണ്ടാത്ത ദിക്റാണത്, മൗന ദിക്ർ. അപ്പൊ നമ്മൾ ദിക്റുകൾ മനസ്സുകൊണ്ട് ചൊല്ലി, മനസ്സ് മാത്രം ദിക്ർ ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. അത് നാവ് കൊണ്ട് ഇങ്ങനെ ചൊല്ലി 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 അങ്ങനെ പോയാൽ അതായി മാറും. കിടന്നുറങ്ങുമ്പോൾ ദിക്റിലായി ഉറങ്ങണം. ദിക്റിലായി ഉറങ്ങിയാൽ സുബ്ഹി വരെ ദിക്ർ ശരീരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഉറക്കത്ത് മരിച്ചുപോയാൽ ദാക്കിറായി മരിക്കും. ടി വി കാണുന്നവർ, വാട്സപ്പ് ഉപയോഗിക്കുന്നവർ, മറ്റു മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നവർ ഉറങ്ങുന്നതിന്റെ 15 മിനിറ്റ് മുമ്പ് അത് ഓഫാക്കണം. ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുന്നതിന്റെ കുറച്ച് മുമ്പ് ബന്ധങ്ങൾ വിച്ഛേദിച്ച് കടന്നു വരണം. നിസ്കാരത്തിന് നല്ല ഖുശൂ കിട്ടണ്ടേ അല്ലേ? നിസ്കാരത്തിന് ഖുശൂ കിട്ടണം എന്ന് പറയുന്നവരെ കൈപോക്ക്. നല്ല ഖുശൂ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നവര് കൈപോക്ക്. ഖുശൂ എല്ലാവർക്കും കിട്ടും, വളരെ ഈസിയാണത്. അതിന് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും കീശയിൽ ഫോൺ ചെയ്തിട്ട് ഇപ്പൊ കൈയ്യട്ടെ അല്ലാഹു അക്ബർ. അല്ലെങ്കിൽ ഈ നിസ്കാരത്തിന് മുസല്ലയിൽ നിൽക്കുമ്പോഴും വന്നിട്ട് ചവിട്ടിൽ പറയും മസാല. അതൊഴിവാക്കാനാണ്. നിസ്കാരത്തിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സ് അതിലേക്ക് പാകമായി വരണം. അതിനെന്താ ചെയ്യേണ്ടത്? വീട്ടിൽ നിന്ന് വുളു ചെയ്ത് നടന്നു പോകണം മസ്ജിദിലേക്ക്. മസ്ജിദ് പോയിട്ട് അവിടെ വെച്ച് വുളു എടുക്കല്ല. അപ്പൊ പിന്നെ കാർപ്പറ്റൊക്കെ നനയും, അതിൽ പൂപ്പ് പിടിക്കും. സുജൂദ് ചെയ്യുന്നവന്റെ മൂക്ക് കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് അവന് ജലദോഷം വരും. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ വുളു ചെയ്തു പോകണം, നടന്നു പോകണം. അപ്പൊ ഒക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ നിസ്കാരം വന്നുകൊണ്ടേയിരിക്കും. സക്കീനത്ത് വഖാറോടുകൂടി പോകണമെന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും വന്ന് സലാം പറഞ്ഞാൽ, സംസാരിക്കാൻ വന്നാലൊക്കെ സീരിയസ്ലി വലൈക്കും അസ്സലാം, ഞാൻ നിസ്കാരത്തിലേക്ക് പോവുകയാണ് എന്ന് സീരിയസിനോട് കൂടി പോകണം. അതാണ് വഖാർ എന്ന് പറയുന്നത്. ഓടിയും ചാടിയും പോകരുത്. അവിടെ ചെന്ന് അങ്ങോട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ ദുനിയാവ് മാറ്റിവെച്ചു, എല്ലാ കെട്ടും പുറത്തു വെച്ചിട്ടാണ് കടക്കുന്നത്. പിന്നെ കാത്തിരിക്കുകയാണ്. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ബാക്കിയൊക്കെ ഒഴിവാക്കി.
പിന്നെ തക്ബീർ ചൊല്ലുമ്പോ തട്ടി മാറ്റി പുറത്തേക്കിട്ട് അല്ലാഹു അക്ബർ ഹൃദയത്തിൽ കൈവച്ചു. അങ്ങനെ വരുമ്പോ ആ നിസ്കാരത്തിന് നല്ല ഖുശൂ ഉണ്ടാകും. എന്താണ് ഖുശൂ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കുകയാണ് എന്നൊരു ബോധം ഉണ്ടാവുക. അത് തന്നെ. അപ്പൊ നമുക്കൊരു ഖിയാമ് മുഴുവനും ഖുശൂ കിട്ടൂലെങ്കിൽ ഒരു മിനിറ്റ് എല്ലാ പാട്ടിലും ഒരു സമയം, ഒരു ചെറിയൊരു ലഹ്ള ഖുശൂ ഉണ്ടാകാൻ ശ്രമിക്കാം. റുക്കുവിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഖുശൂ ഉണ്ടാവുക. അങ്ങനെ ശ്രമിച്ചാൽ പിന്നെ അത് നിറഞ്ഞു വന്ന് മുഴുവൻ സമയവും നിസ്കാരത്തിൽ കടന്നാൽ അവസാനിക്കുന്നവരെ അവൻ അള്ളാഹുവിന്റെ ദാക്കിറായി മാറും. എന്തിനാണ് നിസ്കരിക്കുന്നത്? കടം കൊടുത്തതൊക്കെ ഓർമ്മ വരാൻ വേണ്ടി, കണക്ക് എഴുതി വെക്കാത്തതൊക്കെ രാത്രി ഓർമ്മ വരാൻ വേണ്ടി. അതിനല്ല. നിസ്കാരം ദിക്റായി മാറണം. അതിനാണ് നിസ്കാരം. നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാം അതിനു വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ജീവിതം ഒരു നല്ല ഉത്തമ ജീവിതം ആകണം. നമ്മുടെ ജീവിതം കണ്ടാൽ, നമ്മുടെ നാട് കണ്ടാൽ ഒരൊറ്റ കുട്ടിയും പറയരുത് ഇവരെ ഈ നാട്ടിൽ പറ്റൂല, ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പറഞ്ഞയക്കണം എന്ന് ആരും പറയരുത്. പറയാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മളെ കൊണ്ട് ഈ നാടിന് ഉപകാരമുണ്ട് എന്ന് തോന്നണം. നമ്മളെ കൊണ്ട് ഈ ഭൂമിക്ക് യാതൊരു ഷെറും ഇല്ല എന്ന് മനസ്സിലാകണം. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി കൊണ്ടുവന്ന് വലിച്ചെറിയുന്നവനാണ് നമ്മളെങ്കിൽ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് ഈ നാടിന് ശല്യമാ, പോയിക്കോട്ടെ പാകിസ്ഥാൻ. റോട്ടിലൂടെ ബീഡി വലിച്ച് നടക്കുന്നവനാണെങ്കിൽ അവനെ കൊണ്ട് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകും, അവൻ പോയിക്കോട്ടെ പാകിസ്ഥാൻ. റോഡ് സൈഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവനാണെങ്കിൽ നമ്മൾ ഈ നാടിന് ശല്യമായിരിക്കും. അപ്പൊ നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം. സസ്റ്റൈനബിൾ സൊസൈറ്റി ആകണം. എന്താണ് സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? സുശക്തമായ സുസ്ഥിരമായ ഒരു സമൂഹമായി നമ്മൾ മാറണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗ്രാമീണനായിരുന്നോ അല്ലെങ്കിൽ നഗരവാസിയായിരുന്നോ? എന്തായിരുന്നു? നാഗരികതയാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് മോശമായ സംസ്കാരമുള്ളവനെ പറ്റി ആൾക്കാർ പറയും അവനൊരു ഗ്രാമീണനാണ്, ആദിവാസിയാണ്, വയനാട്ടുകാരനാണ് എന്നൊക്കെ പറയും. അവനൊരു നല്ല സംസ്കാരമുള്ളവനാണെങ്കിലോ അവൻ നാഗരികനാണ്, നഗരത്തിൽ ജീവിക്കുന്നവനാണ് എന്ന് പറയും. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പോയത്, ഹിജ്റ പോയത് യസ്രിബ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ഈത്തപ്പനത്തോട്ടങ്ങളും പച്ചക്കറി കൃഷിയൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലേക്കാണ് പോയത്. ആ ഗ്രാമത്തിനെ നബി തങ്ങൾ വിളിച്ചത് മദീന, മദീനത്തുർ റസൂൽ. റസൂലുള്ളാഹിയുടെ റസൂൽ സിറ്റി എന്നാണ് അതിനെപ്പറ്റി വിളിച്ചത്. റസൂൽ സിറ്റി, നബി തങ്ങളുടെ നഗരമാണ്. എന്താണ് നാഗരികത എന്ന് പറഞ്ഞത്? നമ്മളിപ്പോ കാടാമ്പുഴയിലാണ്, അല്ലേ? കാടാമ്പുഴയും ചേണ്ടിയും പാങ്ങും അതുപോലെ നമ്മുടെ ഇങ്ങനെ വന്നിട്ട് വെട്ടിച്ചിറയും പുത്തനത്താണിയും എല്ലാം ചേർന്ന്, ഇത് കേരളം ഒരു നഗരമാണ്, ഒരു ഗ്രാമം അല്ല. കുറെ ഗ്രാമങ്ങൾ ചേർന്ന് ഒരു നഗരമാണ്. അപ്പൊ നാഗരികത നമ്മിലുണ്ടാകണം. മദീനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ മദീനയാകണം. എന്താണ് മദീന? മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ സൂക്ക്, ബാസാർ അഥവാ ചന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. മദീനയിൽ വീടുണ്ടാക്കുന്നതിന് ഹൗസിംഗ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ബിൽഡിംഗ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മദീനയിൽ മാലിന്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മദീനയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മദീനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പാലിക്കാൻ വേണ്ടിയാണ്.
എന്താണ് റസൂലുള്ളാഹി തങ്ങൾ മദീനയെ പറ്റി പറഞ്ഞത്? അല്ലാഹു തആല മക്കയെ ഹറമാക്കി, ഞാൻ മദീനയെ ഹറമാക്കി. എന്താണ് ഹറമാക്കിയത് കൊണ്ട്? ഇവിടെ മരം നടണം, ഇവിടെ മരത്തിന്റെ കൊമ്പ് വെട്ടരുത്, മരം മുറിക്കരുത്, മരത്തിന്റെ കൊമ്പ് വെട്ടരുത്. ഇത് ഗ്രീൻ സിറ്റി ആകണം. അപ്പൊ നമ്മളെല്ലാവരും മരം നടണം. വർഷത്തിൽ ഒരു മരമെങ്കിലും നടണം. അപ്പൊ 60 കൊല്ലം ജീവിച്ചാൽ 50 മരമെങ്കിലും നടൂലേ? അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശല്യം ഉണ്ടാകൂല, ആളുകൾക്ക് ക്യാൻസർ വരില്ല. അവിടെ വേട്ടയാടാൻ പാടില്ല, പക്ഷികളെയും മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിയാണ് ഇവിടെ. ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കണം. എല്ലാറ്റിനെയും വെടിവെച്ചും പുകയിട്ടും നശിപ്പിക്കരുത്. എല്ലാതരം ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കണം. മലിനവെള്ളം ഒഴുകിയിരുന്ന ഒരു നദിയുണ്ടായിരുന്നു മദീനയിൽ, വാദി ബുത്ഹാൻ. അതുകൊണ്ട് തന്നെ മദീനയിൽ വന്ന എല്ലാ ആളുകൾക്കും പനി പിടിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പോയിട്ട് പഠിക്കണം അതിന്റെ പരിസ്ഥിതിയുടെ പ്രശ്നം എന്താണ് എന്ന്. അവർ ചെന്നിരുന്ന് പഠിച്ചു, എൻവയറൺമെന്റ് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ പുഴ ഒഴുകുന്ന ദിശ ശരിയല്ല, അത് മാറ്റിയിട്ട് ഒഴുക്കണം. അതിലേക്ക് കാറ്റും വെളിച്ചവും വേണ്ട രൂപത്തിൽ കിട്ടുന്നില്ല, അതിന്റെ ദിശ മാറ്റിയൊഴുക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ചവർപ്പുള്ള വെള്ളം നല്ല ശുദ്ധവെള്ളമായി മാറി. ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെടുത്ത് മുഖം കഴുകി എല്ലാവർക്കും കാണിച്ചു കൊടുത്തതാ ലാബ് റിപ്പോർട്ട്. ഇനി എല്ലാവർക്കും ആ വെള്ളം ഉപയോഗിക്കാം. മദീനയുടെ പരിസ്ഥിതി തന്നെ മാറി. നല്ല വായു വന്നു, എല്ലാവർക്കും അവിടെ ജീവിക്കാൻ ഇഷ്ടമായി. നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ, അരുവികൾ, പുഴകൾ, കുളങ്ങൾ, എന്താ പറയുക, ഇവിടെ ഈ വേറെന്തോ ഒന്ന് പറയലുണ്ടല്ലോ, കനാലുകൾ, അയിനെന്താ പറയുന്നത്, തോടുകൾ, അതല്ല വേറൊരു സാധനമുണ്ട്, നമ്മൾ ഒതുക്കങ്ങളിലപ്പോൾ അങ്ങനെ പറയലുണ്ട്, അതിനെ കുളിക്കാൻ പോകുന്ന സ്ഥലത്തിന്, ചോലകൾ, ഇതെല്ലാം സംരക്ഷിക്കണം. അപ്പൊ നമ്മള് പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയും കുപ്പിയും സാധനമൊക്കെ കൊണ്ടുവന്ന് അതിൽ വലിച്ചെറിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ളുൽമ ചെയ്യുന്നവൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കൂല എന്നാ. അപ്പൊ നമ്മളൊരു മിഠായി തിന്നിട്ട് കവറ് പുറത്തേക്ക് പറിച്ച് വലിച്ചെറിഞ്ഞാലോ ഹിദായത്ത് നഷ്ടപ്പെട്ടു. അതെങ്ങനെ? മഴ പെയ്താൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇല ഒഴുകിയിട്ട് പുഴയിൽ ചെല്ലും, അത് കടലിൽ ചെല്ലും, അവിടെ നിന്നൊരു മീൻ തിന്നും, ആ മീൻ ചത്തുപോകും. നമ്മളെ കൊണ്ടൊരു ജീവി നശിച്ചുപോയില്ലേ? ചത്ത മീൻ ഇങ്ങനെ പൊന്തി വന്നിട്ട് കടലിന്റെ മുകളിൽ കിടക്കും, ബാക്ടീരിയകളും വന്ന് അതിനെ ചച്ച് നശിപ്പിക്കും. അപ്പം മീനിന്റെ വള്ളേ നേരത്തെ പ്ലാസ്റ്റിക് പുറത്തും കൊണ്ടുവരും. അപ്പൊ വേറൊരു മീൻ വന്നിട്ട് പിന്നെയും തിന്നും. നമ്മളൊരൊറ്റ മിഠായിന്റെ തോലാണ് 10ഓ 15ഓ മീൻ കൊല്ലാൻ, തവളയെ കൊല്ലാൻ കാരണമായി തീരുന്നത് എങ്കിൽ നമ്മൾ അക്രമിയല്ലേ? അപ്പൊ നമ്മൾ ളുൽമ് തന്നെ നേർക്ക് നേരെ കത്തിയെടുത്ത് കുത്തുക എന്ന് മാത്രം വിചാരിക്കേണ്ട. മദീനയിൽ വീടുണ്ടാക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം കൊണ്ടുവന്നു, ഒരു വീട് വെക്കുമ്പോൾ മറ്റേ വീടിന്റെ ഭാഗത്തേക്ക് വരുന്ന കാറ്റ് തടയരുത്, ഈ വീട്ടിന്റെ പുക മറ്റേ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ എല്ലാ വീടിന്റെയും പുകക്കുഴൽ ഒരേ ഭാഗത്താകണം. ഒരു നാട്ടിലെല്ലാം ഒരേ വലിപ്പമുള്ള വീടാണെങ്കിൽ എല്ലാം അതേ വലിപ്പത്തിലാകണം. എല്ലാവരുടെയും ഒരു തറനിലയുള്ള വീടാണ്, അപ്പൊ നീ 2 നില ഉണ്ടാക്കിയാൽ മറ്റവന്റെ കാറ്റ് തടയും. എല്ലാം 2 നിലയാണെങ്കിൽ 2 നില തന്നെ. കാറ്റുകൾ തടയരുത്. നിന്റെ മാലിന്യം മറ്റൊരു ഭാഗത്തേക്ക് ഒഴുക്കരുത്. വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഇസ്ലാമിൽ നിയമം കൊണ്ടുവന്നില്ലേ? മാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. എല്ലും പല്ലും നഖവും മുടിയും പ്ലാസന്റയും ഹൈലവശിഷ്ടങ്ങളും
അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം കുഴിച്ചിടണം. കാഷ്ടവും മൂത്രവും പോലുള്ള നജസുകൾ അത് ഭൂമിയിൽ മറക്കണം. പക്ഷേ വുളൂഇന്റെ വെള്ളവും കുളിയുടെ വെള്ളവും പോലുള്ള മുസ്തഅമലായ വെള്ളം ഈ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും കൂടെ ചേർക്കാൻ പാടില്ല. കാരണം അതെല്ലാം കൂടെ ഒരു ടാങ്കിലേക്ക് വിട്ടാൽ അത് ഭൂമിയൊന്നാകെ പരന്ന് ഭൂമി മലിനമായി പോകും. മുസ്തഅമലായ വെള്ളം വേറെ, നജസ് വേറെ. ഇനി ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, എല്ലും മുള്ളും കറിവേപ്പിലയും തക്കാളിയുടെ തോടും, ഇങ്ങനെ വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ അതും നജസിൽ കൊണ്ടുപോയിടരുത്, അത് വേറെ സംസ്കരിക്കണം. ഇപ്പോ വലിയ വലിയ മുന്തിയ സ്ഥലങ്ങളിൽ പോയാൽ വേസ്റ്റിന്റെ ഡബ്ബ കാണാം. മഞ്ഞ, നീല, പച്ച, വെള്ള, പ്ലാസ്റ്റിക്, കടലാസ്, ഭക്ഷ്യം, മറ്റ് അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുന്തിയ സംഗതിയാണിത്. ആരാണിത് കൊണ്ടുവന്നത്? ആരാണ് കൊണ്ടുവന്നത്? അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് നാഗരികത എന്ന് പറഞ്ഞത്. അത് നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലാണെങ്കിലും കുറെ ഗ്രാമങ്ങൾ ചേർന്നതാണ് ഒരു നഗരം. അപ്പൊ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പോഴേ പൂർണ്ണമായ സുന്നിയാവുകയുള്ളൂ. ആവശ്യമില്ലാതെ മരങ്ങൾ വെട്ടിക്കളയരുത്. ഒരു മരം വെച്ചാൽ എത്ര കൂലി കിട്ടും? ഒരു മരം കുഴിച്ചിട്ടാൽ ആ മരം മനുഷ്യന് തണൽ നൽകും. ആ മരം നിന്റെ കണ്ണിന് കുളിർമ നൽകും, കാഴ്ച കൂട്ടും. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅ്ജിബുഹു അൻ-നദറു ഇലൽ ഖളറാ. പച്ചപ്പുകളിലേക്ക് നോക്കൽ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ പച്ചപ്പുകളിലേക്ക് നോക്കണം. പച്ച പെയിന്റ് അടിച്ചാൽ പോരാ, പച്ച ഇലകളിലേക്ക്. സോ അതിന്റെ കൂലി കിട്ടും. പക്ഷികൾക്ക് കൂടുണ്ടാക്കാൻ അവിടെ സ്ഥലം കിട്ടും, അതിന്റെ കൂലി നിനക്ക് കിട്ടും. അതിലുണ്ടാകുന്ന കായ്കനികൾ മനുഷ്യനും ഭക്ഷിക്കും, പക്ഷികളും ഭക്ഷിക്കും, അതിന്റെ കൂലി നിനക്ക് കിട്ടും. നിനക്ക് പഴങ്ങൾ കിട്ടും. ആ മരത്തിൽ നിന്ന് ഓക്സിജൻ കിട്ടും. അത് മനുഷ്യർക്ക് മുഴുവനും ജീവിക്കാനുള്ള പ്രാണവായുവാണ്. അതിന്റെ പേരിൽ കൂലി കിട്ടും. ഈ മരം കുറെ കാലം കഴിയുമ്പോൾ മുറിച്ചിട്ട് നിനക്ക് വീടുണ്ടാക്കാം. അപ്പോൾ 10 മരം നീ വെച്ചിട്ടുണ്ടാകും. തീരെ മുറിക്കാൻ പാടില്ല എന്നല്ല, ഒന്ന് മുറിക്കുമ്പോൾ 10 വെക്കണം. അപ്പൊ ഒറ്റ മരം നടുമ്പോൾ 10 തരത്തിലുള്ള ജോലി, 10 തരത്തിലുള്ള കൂലി നിനക്ക് ലഭിക്കും. ആ നിയ്യത്തോടു കൂടി വെച്ചാൽ എല്ലാവരും മരം നടണം. മർക്കസ് 43-ാം വാർഷികത്തിന്റെ ഭാഗമായി മില്യൺ ട്രീ പ്രോഗ്രാമാണ്. 10 ലക്ഷം മരങ്ങൾ നടണം. ആരാണ് നടുക? അതൊക്കെ നിങ്ങളെല്ലാവരും ഒരു മരം നടണം. നടുവില്ലേ? ഒരു മരം നടാൻ തയ്യാറുള്ള ഒരു കൈവക്ക്. അപ്പൊ 1500 മരമായില്ലേ? അങ്ങനത്തെ 100 സ്ഥലത്ത് പോയാൽ 1.5 ലക്ഷമായി. ഇപ്പൊ 10 ലക്ഷം നടാൻ എന്താ മടിയുള്ളത്? നടണം, പറഞ്ഞാൽ പോരാ. അതിന് 10 കൂലി കിട്ടും. 10 നിയ്യത്ത് വെക്കണം. പെൺകുട്ടികളെ കെട്ടിക്കാനൊക്കെ ഉള്ള കുട്ടികൾ ജനിച്ച അപ്പൊ 10 മരം അങ്ങോട്ട് നട്ടാ കെട്ടിക്കാൻ പ്രായമാകുമ്പോഴേക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ 25 ലക്ഷത്തിനൊക്കെ വിൽക്കാനുണ്ടാകും. ഒരു തേക്ക് എത്ര റുപ്യക്കാ വിൽക്കുക? എന്താണ് നിനക്ക് ചെലവുള്ളത് ഒരു തേക്ക് വളർത്താൻ? ഒരു ചെലവില്ല. ഒരു പാര കൊണ്ട് കുത്തിയിട്ട് ഒരു തൈ വെച്ചാൽ മതി. വെള്ളം നനക്കണ്ട, വളമിടണ്ട, വേലി കെട്ടണ്ട, ഒന്നും ചെയ്യണ്ട. അല്ലാഹു തആല നോക്കിക്കൊള്ളും. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ എന്ന ആയത്ത് ഓതിയിട്ട് വെക്കണം. കൃഷി ചെയ്യുമ്പോൾ ഒക്കെ ആ ആയത്ത് ഓതണം. എന്നാൽ പക്ഷികളൊന്നും തിന്നു കളയൂല. നെല്ല് വിതറുന്ന സമയത്ത് ആ ആയത്ത് ചൊല്ലണം. മരങ്ങൾ വെക്കണം, വൃത്തിയുണ്ടാകണം, പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ ശല്യമാകരുത്. മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു സംസ്കാരം മദീനയാണ്. സിറ്റിക്ക് അറബിയിൽ എന്താ പറയാ? സിറ്റിക്ക് അറബിയിൽ എന്താ പറയാ? മദീന. നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ മദീനത്തുൽ മഅരിഫ. അപ്പൊ അത് മക്കയിലല്ല, മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറം പോയിട്ട് അവിടെയാണ് മദീന ഉണ്ടാക്കിയത്.
അപ്പൊ കാർഷിക ഭൂമിയിൽ, മലയോര മേഖലയിൽ നഗരങ്ങളായി മാറുന്നത് എങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ മദീനയിൽ ഒരു കൾച്ചറൽ സെന്റർ ഉണ്ടാകണം. മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ പടച്ച സ്ഥാപനം എന്താണ്? മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ ശ്രാമ്യയാണോ? അത് നിസ്കാരപ്പള്ളിയാണോ? മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുന്ന, ജുമഅ നിസ്കരിക്കുന്ന ഒരു മസ്ജിദ്. പക്ഷേ അവിടെ ഒരു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട്. കോൺവെന്റ് എഡ്യൂക്കേഷൻ, റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ആദ്യമായി പഠിപ്പിച്ചത് ആരാണ്? ആരംഭ റസൂലുള്ളാഹി. അസ്ഹാബു സുഫ എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്ത് താമസിച്ചു പഠിക്കുന്ന സ്കൂള്, അതാണ് സുഫ. രാവും പകലും മുദർരിസിന്റെ കീഴിൽ തന്നെയുള്ള പഠനം. മസ്ജിദി ദർസുകൾ അതാണ്. അതുകൊണ്ടാണ് മസ്ജിദുകൾക്ക് പള്ളി എന്ന് പറയുന്നത്. ആ മസ്ജിദിൽ ഫത്വ ചോദിക്കുന്ന ഇടമുണ്ട്, ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ചോദിച്ചാൽ മറുപടി കിട്ടും. അവിടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാം, അതിന് വിധി പറഞ്ഞു കൊടുക്കും. അവിടെ ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഉസ്തുവാനത്ത് വഫദ് എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിങ്ങൾക്കൊരു തൂണ് കാണാം. ക്യാമ്പ് 3 ദിവസത്തെ ക്യാമ്പ്, 10 ദിവസത്തെ ക്യാമ്പ്, 20 ഡേയ്സ് ക്യാമ്പ്, യൂത്ത് ക്യാമ്പ്, ഓൾഡ് ഏജ് ക്യാമ്പ്, ഇതൊക്കെ നടത്താൻ വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു യഥാർത്ഥ മസ്ജിദ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള രീതി അതാണ്. അതാണ് കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത്, അൽ മർകസു സഖാഫി. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ത തുടങ്ങിയിട്ടുണ്ട്. സൂഖ്. സൂഖ് എന്ന അറബി പദത്തിൽ നിന്നാണ് ചൗക്ക് എന്ന ഉറുദു പദം ഉണ്ടായത്. ചൗക്ക്, ചാന്ദിനി ചൗക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഡൽഹിയിൽ നൂറുസ്സാദാത്ത് മഹാനായ തങ്ങളവர்கள் വരുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും നൽകട്ടെ. ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഇരിക്കുക സഹോദരന്മാരെ. അപ്പോ അവിടെ ഒരു സംസ്കാരം പഠിപ്പിക്കുകയാണ്. കള്ളം പാടില്ല, ചതി പാടില്ല, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും പാടില്ല, സത്യസന്ധമായ കച്ചവടം ചെയ്യണം. അങ്ങനെ ചെയ്താൽ പിന്നെന്തോ ബാക്കി ഉണ്ടാവും? ടാക്സും കൊടുക്കണം, GSTയും കൊടുക്കണം, സക്കാത്തും കൊടുക്കണം. എല്ലാം ചെയ്താൽ പിന്നെന്താ ബാക്കി ഉണ്ടാവുക? അങ്ങനെ ചെയ്താലാണ് ബാക്കി ഉണ്ടാവുക. ആരെയും വഞ്ചിക്കരുത്, കസ്റ്റമേഴ്സിനെ വഞ്ചിക്കരുത്, സപ്ലയേഴ്സിനെ വഞ്ചിക്കരുത്, ഗവൺമെന്റിനെ വഞ്ചിക്കരുത്, അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. അങ്ങനെ കച്ചവടം ചെയ്താൽ നല്ല ലാഭം ഉണ്ടാകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷിയും പഠിപ്പിച്ചു, കച്ചവടവും പഠിപ്പിച്ചു, ഭവന നിർമ്മാണവും പഠിപ്പിച്ചു, പരിസ്ഥിതി സംരക്ഷണവും പഠിപ്പിച്ചു, അച്ചടക്കവും പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മസ്ജിദിലെ സുഫയിൽ വെച്ച് ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു, ഫിഖ്ഹ് പഠിപ്പിച്ചു, ബയോളജി പഠിപ്പിച്ചു, സുവോളജി പഠിപ്പിച്ചു, ഫിസിക്സ് പഠിപ്പിച്ചു, കെമിസ്ട്രി പഠിപ്പിച്ചു, ആസ്ട്രോണമി പഠിപ്പിച്ചു, ജിയോഗ്രഫി പഠിപ്പിച്ചു. എല്ലാം മസ്ജിദിൽ തന്നെയാണ് തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മക്കൾ അതൊക്കെ പഠിക്കണം. നമ്മുടെ ഉലമാ, പഴയകാലത്തെ ഉലമാ, അവര് മസ്ജിദിൽ ഇമാമത്ത് നിൽക്കുന്നു, ഖുത്ബ ഓതുന്നു, ദർസ് നടത്തുന്നു. അവരാണ് കെമിക്കൽ കൂട്ടുകൾ ഉണ്ടാക്കുന്നത്. കെമിസ്ട്രി, ആൽക്കമി, വാനശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അവരാണ് പഠിപ്പിക്കുന്നത്. പണ്ടത്തെ പള്ളികൾ മെഡിക്കൽ കോളേജുകളായിരുന്നു. തുബ്ബിന്റെ കിതാബ് ഓതുന്നത് അവിടെയാ. എന്നിട്ട് ഉസ്താദുമാര് പള്ളിയുടെ ചെവിരിന്റെ സൈഡിൽ വന്നിരിക്കും. നാട്ടുകാര് വന്ന് സൂക്കേട് പറയും, അവർക്ക് മന്ത്രിച്ചു കൊടുക്കും, ദുആ ചെയ്തു കൊടുക്കും. അതിനു പുറമെ മരുന്ന് പറഞ്ഞു കൊടുക്കും. കരിഞ്ചീരകവും ഉലുവയും കൂട്ടിച്ചേർത്ത് സമം ചേർത്ത് 6 ഗ്ലാസ് വെള്ളം കുറുക്കി 2 ഗ്ലാസ് ആക്കിയിട്ട് 3 നേരം സേവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ലോ കോളേജും ശരീഅത്ത് പഠനത്തോടൊപ്പം പഠിക്കുന്നതിനാണ്
ഇസ്ലാമിക വിദ്യാഭ്യാസ രീതി, അതെല്ലാം ഒരേ സ്ഥലത്ത് കൊണ്ടുവരികയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മൾ ആത്മീയ ബോധമുള്ളവരാകണം. ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, സദഖ ചെയ്യുക, ഇതാണ് ആത്മീയത എന്ന് ചിലർ മനസ്സിലാക്കി. അത് ആത്മീയതയുടെ ഭാഗമാണ്. ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടർ ഓടിപ്പോയിട്ട് ദിക്റും ചൊല്ലിയിരുന്നാൽ അയാൾ ആത്മീയത ഇല്ലാത്ത ആളാണ്. സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, രോഗികൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഓടിയിട്ട് അവർക്ക് അവരുടെ കാര്യം നോക്കണം. കരണ്ട് നന്നാക്കേണ്ട ഇലക്ട്രിക്കിന്റെ പോസ്റ്റിൽ കയറേണ്ടവൻ ഓൻ പള്ളിയിൽ പോയി കുത്തിരുന്ന നാട്ടുകാർക്ക് വെളിച്ചം കിട്ടുമോ? അവന്റെ ആത്മീയത എന്ന് പറയുന്നത് അവന്റെ ജോലിയിൽ സത്യസന്ധത പുലർത്തലാണ്. അതുകൊണ്ട് വിറക് വെട്ടിയിട്ടും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാം, റോഡുണ്ടാക്കിയിട്ടും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാം, ദർസ് നടത്തിയിട്ടും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാം. വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാവാസിലാ കജുലൂസിഹി ബൈനൽ ലനാമി മുറബ്ബിയാ വകഖിദ്മത്തിൽ ലിന്നാസി വൽഹംലിൽ ഹതബ്. അങ്ങനെ എല്ലാ വഴിയിലൂടെയും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ആരാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. 40 ആളുകൾ ഒരുമിച്ച് കൂടിയാൽ അതിലൊരു വലിയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യുന്നവനാണ് വലിയെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഖൽബ് നന്നാക്കുക, പകയും വിദ്വേഷവും ഒഴിവാക്കുക, എല്ലാവരോടും സന്തോഷമായിരിക്കുക, നാവുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ദിക്ർ നിറഞ്ഞിരിക്കുക. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. മഹാനായ നൂറു സാദാത്ത് തങ്ങളവറുകൾക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ബറകാത്തുകൾ സ്വലാത്തിന്റെ ബറകാത്തുകളാണ്. ആ സ്വലാത്തുകൾ ചൊല്ലുന്ന നാവുകൊണ്ട് ആ പറയുന്നത്, ഊതുന്നത് അത് ഫലപ്രദമായി മാറുന്നു. അങ്ങനെ അല്ലാഹു അവർക്ക് ബറക്കത്തുകൾ ഏറ്റുകൊടുക്കട്ടെ. ഇവിടെ നടക്കുന്ന ദീനീ സ്ഥാപനങ്ങൾ, ഇവിടെ ജാറത്തിന്റെ കീഴിൽ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഹാദിയ നടക്കുന്നുണ്ട്, മർക്കസിന്റെ ഹാദിയ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. ബായാറിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്, അതെല്ലാം അല്ലാഹു വിജയിപ്പിക്കട്ടെ. SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പരിപാടി നീട്ടാൻ നിർവാഹമല്ല, പെട്ടെന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു വിദ്യാർത്ഥികളെ എല്ലാം വിജയിപ്പിക്കട്ടെ. SSLC കഴിഞ്ഞാൽ 2 മാസം ലീവ് ഉണ്ടാകും. അന്ന് നമ്മുടെ കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല. എവിടെയെങ്കിലും സ്ഥാപനങ്ങളിൽ, ഇവിടെ അടുത്ത് വെട്ടിച്ചിറ മജ്മഉണ്ട്, ഇങ്ങോട്ട് പോയാൽ കുളത്തൂർ ഇർഷാദിയയുണ്ട്, അപ്പുറത്ത് പോയാൽ മഅദിനുണ്ട്, ജാമിയ ഹിക്കമയ്യയുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്ത് വെക്കേഷൻ കാലത്ത് പഠിപ്പിക്കണം. മർക്കസില് ഇഹ്റാമിന്റെ കീഴിൽ സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം വിവിധ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാം. അങ്ങനെ നമ്മുടെ കുട്ടികളെ നന്നായി സൂക്ഷിക്കണം. ഒറ്റിക്കൊണ്ടുപോകാൻ ഒരുപാട് കഴുകന്മാരുണ്ടാകും. SSLC കഴിഞ്ഞു എന്നറിഞ്ഞാൽ തന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് വരുന്ന പലതരം ആളുകളുണ്ടാകും. വളരെ ദിശാബോധത്തോടുകൂടി നല്ല ദീനീ പ്രവർത്തകരോട്, നാട്ടിലെ SSFകാരോട്, SYSകാരോട്, മുതിർന്ന ആളുകളോട്, വിദ്യാഭ്യാസമുള്ളവരോട് ചോദിച്ച് നമ്മുടെ മക്കളെ എവിടെ കൊണ്ടുപോയി ചേർക്കണം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചേർക്കണം. ഇന്ന് കിതാബ് ഓതുന്നതോടുകൂടി തന്നെ ചരിത്രം പഠിക്കാനും, സയൻസ് പഠിക്കാനും, കൊമേഴ്സ് പഠിക്കാനും, വക്കീലാകാനും, ഡോക്ടറാകാനും എല്ലാം ചാൻസ് ഉണ്ട്. മർക്കസ് നോളജ് സിറ്റിയിൽ യുനാനി മെഡിക്കൽ കോളേജ് ഉണ്ട്. നിങ്ങളുടെ മക്കൾ സയൻസ് +2 ബയോളജി സഹിതം പഠിച്ച് പാസ്സായാൽ, നീറ്റും എഴുതി കട്ട് ഓഫ് മാർക്കും കിട്ടിയാൽ അവർക്ക് യുനാനി ഡോക്ടറാകാം. ആൺകുട്ടികൾക്ക് വക്കീലാകാം, പെൺകുട്ടികൾ വക്കീലാകാൻ പോകണ്ട. പിന്നെ പലതും പഠിക്കാം. അതോടൊപ്പം എല്ലാം നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ ഓതി പഠിക്കുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. മർക്കസിന്റെ സമ്മേളനം വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരും പരിപാടിക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. നോളജ് സിറ്റി കാണാൻ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഏത് സമയത്തും വരാം, നിങ്ങൾക്ക് കാണാം. അവിടെ നല്ല ചികിത്സയും നല്ല ബിഷഗ്വരന്മാർ 10-35 വലിയ ഡോക്ടർമാരുണ്ട്. പലതരം എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന രീതിയുണ്ട്. നിങ്ങൾക്ക് അവിടെ വരാം.
എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനരായ സയ്യിദ് അവറുകളോട് പ്രത്യേകമായി ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.